അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒന്നും തന്നെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഭാര്യ ദീപ ന്യൂസ് 18നോട് പറഞ്ഞത്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. വിവാദത്തിൽ താൻ നീതിക്കൊപ്പം എന്നും രാഹുലിന്റെ ഭാര്യ പ്രതികരിച്ചു. രാഹുൽ മങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയ യുവതിയുടെ പേരും മറ്റ് വിശദാംശങ്ങളും വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന പേരിൽ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വറിനെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. രാഹുലിന്റെ ഭാര്യ ദീപ എന്നോടൊപ്പം ചേരുന്നു. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എപ്പോഴാണ് കസ്റ്റഡി എടുത്തത്? ഒരു വൈകുന്നേരം ഒരു 4:30 കൂടി വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനും കൂടെ ഇറങ്ങി. അവര് നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് വരാം എന്ന് പറഞ്ഞു. കൂടെ ഒരു പോലീസ് ഓഫീസറും കയറി. അപ്പൊ തൈക്കാടുള്ള ട്രിവാൻഡ്രം സിറ്റി സൈബർ പോലീസ് ഓഫീസിൽ അവിടെ കൊണ്ടുപോകുന്നെന്നാ പറഞ്ഞത്. പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന മധ്യയാണ് പറഞ്ഞത് അവിടെ വേണ്ട, AR ക്യാമ്പിലേക്ക് പോകണം. അങ്ങനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവരാരോപിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്താണ് ദീപ മനസ്സിലാക്കുന്നത്? ഇല്ല, അതിൽ അടിസ്ഥാനമില്ല. കാരണം FIR കാണിച്ചതിനകത്ത് അവർ പറയുന്നത് പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളതാണ്. അത് നിയമത്തിന് അഗേൻസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന. അതല്ല, ഡയറക്റ്റ് ആയിട്ട് പേര് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് ആ പേരിലേക്ക് സൂചന നൽകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. എന്താണ് ഈ സൂചനയൊക്കെ വളരെ ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾക്കെതിരെ സമാനമായ ഒരു ആക്ഷേപം ഇരുന്നു, അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു. അപ്പോൾ താങ്കളുടെ പേര് പറയുന്നതിന് പകരം രാഹുൽ ഈശ്വറിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് താങ്കളിൽ തന്നെ എത്തി നിൽക്കില്ല. അങ്ങനെ പറഞ്ഞോ? അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. രാഹുലിന്റെ വീഡിയോസ്. അല്ല, സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് സന്ദീപ് വാര്യർ ആ വിവാഹത്തിൽ സംബന്ധിച്ചിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഡേറ്റ് പറയുന്നു. അപ്പൊ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് തന്നെ ആ ഡേറ്റ് കണ്ടെത്താനും ആ ഫോട്ടോ എടുക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായെന്നാണ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, നമ്മൾ ഈ പേരിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന കമന്റ് പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്നല്ലേ, എത്ര ചേർന്ന് നിൽക്കുന്നു എത്ര ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള ഓരോരുത്തരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനൊരു ക്ലിയർ ആയിട്ട് ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ കമന്റ് പറഞ്ഞാൽ മനസ്സിലാവാതെ എത്രയോ പേരുണ്ടാവും. അപ്പൊ ഇതിനൊരു ക്ലിയർ സ്ട്രക്ചർ ഒന്നും ഇല്ലല്ലോ. പേരോ ഐഡന്റിറ്റിയോ പറഞ്ഞോ വെളിപ്പെടുത്തിയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് ചെയ്തിട്ടില്ല. ഒരു അവസാനം ഒരു കാര്യം കൂടെ, താങ്കൾ ഇരയ്ക്കൊപ്പമാണോ അതോ രാഹുലിനും പോകണോ? ഞാൻ നീതിക്കൊപ്പമാണ്. അതിപ്പം ഇരയാണെങ്കിലും ശരി, ഇരയല്ലാത്ത ആളാണെങ്കിലും തെറ്റായ, ഇതിപ്പം താങ്കൾക്കെതിരെയാണെങ്കിലും എനിക്ക് 2 ആൺകുട്ടികളാണ്. നാളെ അവർക്കെതിരെ വന്നാലും ആരുടെ ഭാഗത്താണോ ശരി അവരോടൊപ്പം നിൽക്കുക. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും.